ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം ടെർമെക്സ് ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെയാണ് ടെർമെക്സ് ഇൻസ്റ്റാൾ ചെയ്ത് ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നു ലിനക്സ് എങ്ങനെ ടെർമെക്സ് യൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അതാണ് ഇന്ന് ടോപ്പിക്ക് കവർ ചെയ്യാൻ പോകുന്നത്. ആൻഡ്രോയിഡ് യൂസേഴ്സിനാണ്, 2 ദിവസമായിട്ട് ആൻഡ്രോയിഡ് യൂസേഴ്സിനുള്ള വീഡിയോ ആണ്. സോ അവരും പഠിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മെഡിക്കൽ ഇഷ്യൂസും കാരണം കൊണ്ട് വീഡിയോസ് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ മാക്സിമം വരുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്തോളാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് യൂസേഴ്സാണ്. കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും, കമൻ്റൊക്കെ ചെയ്തായിരുന്നു എങ്ങനെയാണ് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ ചോദിച്ചുകൊണ്ടൊക്കെ. സോ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് നമുക്കൊരു VNC സെർവർ വെച്ച് പക്ക ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് യൂസ് ചെയ്ത് ചെയ്യാം. ചിലപ്പോൾ അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പ്രോപ്പർ കണക്ഷൻ സെർവർ അങ്ങനെ കുറെ കോംപ്ലിക്കേഷൻ ഉണ്ടാവും. ബട്ട് എന്താണ് കുറച്ചും കൂടെ നല്ലത്, നമുക്ക് ഇത് ടെർമിനൽ യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതിന് കുറച്ചും കൂടെ നല്ലത് നമ്മുടെ മോസ്റ്റ് OS, അതായത് ലിനക്സിൽ നമ്മൾ ലാപ്ടോപ്പിൽ കിട്ടുന്ന ഒരു 100 ഏകദേശം ഒരു 75% അറ്റാക്കും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു ഇപ്പോൾ വൈഫൈ പെൻ ടെസ്റ്റിംഗ് ആണെങ്കിലും നെറ്റ്വർക്ക് സ്കാനിങ് ആണെങ്കിലും എല്ലാം നമുക്ക് ഇതിലൂടെ ചെയ്യാനും ഒക്കെ പറ്റും. സോ ഏകദേശം ഒരു പവർഫുൾ കമാൻഡ് ആൻഡ് ടൂൾ തന്നെയാണ് ടെർമിക്സ് വഴി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ. ഇതിന് ആവശ്യം ഏകദേശം ഒരു മിനിമം 4 GB റാമെങ്കിലും കപ്പാസിറ്റി വേണം. സോ സ്റ്റോറേജ് എന്തായാലും ഒരു 4 to 5 GB സ്റ്റോറേജ് എന്തായാലും ഫ്രീ സ്പേസ് വേണം. പിന്നെ അതുപോലെ ആണെങ്കിൽ റൂട്ടഡ് ഡിവൈസ് ആണല്ലോ യൂസ് ചെയ്യാം, അല്ലാണ്ട് റൂട്ടഡ് അല്ലാത്ത ഡിവൈസുകൾ യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇതിന്റെ കമന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ടെർമെക്സ് ഓപ്പൺ ചെയ്യുക. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ടെർമെക്സിന്റെ കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ ടെർമെക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഓക്കെ, ഇതാണ് എൻ്റെ ടെർമെക്സും കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ. സോ ഇതിൽ നമുക്ക് എങ്ങനെയാണ് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കമന്റ്സും തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കമന്റ്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ അവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്താൽ മതി. ഇവിടെ നമ്മൾ ആദ്യം ലിനക്സിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടെർമെക്സിൽ നമ്മുടെ സ്റ്റോറേജും പെർമിഷനും കാര്യങ്ങളും അപ്ഡേറ്റ് പാച്ചസ് ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ്. സോ ഇതാണ് പെർമിഷൻ എനേബിൾ ചെയ്യാനുള്ള സ്റ്റോറേജ് എന്താണ് കമാൻഡ്സും കാര്യങ്ങളൊക്കെ. ടെർമെക്സ് സെറ്റപ്പ് സ്റ്റോറേജ്. സോ എൻ്റെ ഓൾറെഡി സ്റ്റോറേജ് ഒക്കെ അലൗഡ് ആണ്. സോ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ നേരത്ത് ഒരു അലോ മെസ്സേജ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് സ്റ്റോറേജ് ആക്സസ് ചെയ്തോട്ടൊന്നൊരു അലോ മെസ്സേജ് ചോദിക്കും. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റത്തെ ബേസിക് കമാൻഡ്സ് ആണ്. സോ ഇതെന്തായാലും ജസ്റ്റ് റൺ ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സ്റ്റെപ്പാണ് ഈ ഒരു 3 സ്റ്റെപ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ലിനക്സിന്റെ ടെർമെക്സിലേക്ക് എന്താണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒഫീഷ്യൽ ലിങ്ക് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ ജസ്റ്റ് അവിടെ നിന്ന് കോപ്പി ചെയ്ത്, ഇൻ കേസ് ഡിസ്ക്രിപ്ഷനിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തിട്ട് മെസ്സേജ് അയച്ചാലും മതി, ഞാൻ ഇട്ടുതരാം. സോ ഈ കോഡൊന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് എൻ്റർ ചെയ്യുക. ഓക്കെ, കണക്ട് ആവുന്നുണ്ട്. ഓക്കെ, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ജസ്റ്റ് പെർമിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് റൺ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് പെർമിഷൻ CH മോഡ് യൂസ് ചെയ്ത് പെർമിഷനും കാര്യങ്ങളൊന്ന് റൺ ചെയ്ത് കൊടുക്കുക. സോ പെർമിഷൻ കാര്യങ്ങളൊക്കെ റൺ ആയിട്ടുണ്ട്. എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾ ആയതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഫാസ്റ്റിൽ വരുന്നത്. സോ നിങ്ങൾക്ക് മേ ബി ഇതൊക്കെ ചെയ്യാൻ നേരത്ത് നല്ല ടൈം എടുക്കും. സോ ബേസിക് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് നല്ല ടൈം എടുക്കും. സോ റൺ ചെയ്യാം. ഓക്കെ, ഇവിടെ കാണാം ലിനക്സിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ഫുള്ള്, മിനിമല്, നാനോ. നിങ്ങൾക്ക് കണ്ടറിയാം. ഇൻ കേസ് ഫുൾ ആക്സസ് വേണ്ടവർ, ഫുള്ള് ടൂളും കാര്യങ്ങളും വേണ്ടവർ എന്ത് ചെയ്യുക, ഫുള്ള് തന്നെ കൊടുക്കുക. ഓക്കെ, അതായത് ഫുള്ള് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡിഫോൾട്ട് ആയിട്ടുള്ള എല്ലാ ടൂൾസും കാര്യങ്ങളും വരും. ബട്ട് എനിക്ക് തോന്നുന്നത് അതിന് ഏകദേശം ഒരു 1-2 മിനിമം 1 മണിക്കൂറെങ്കിലും ടൈം എടുക്കും. സ്ട്രോങ് ഇന്റർനെറ്റ് കണക്ഷൻ ആണെങ്കിൽ മാത്രം ട്രൈ ചെയ്യുക. മിനിമൽ ആണെങ്കിൽ ബേസിക് ഉള്ള പാക്കേജസ് കുറെ ടൂൾസ് ഒക്കെ ഇൻസ്റ്റാൾ ആയിട്ട് വരും. ഓക്കെ, ഇപ്പൊ നാനോ ആണെങ്കിലും അതിനകത്ത് ലൈറ്റ് വെയിറ്റ് പാക്കേജ് ആയിരിക്കും. ഓക്കെ, ലൈറ്റ് വെയിറ്റ് പാക്കേജ് എന്ന് പറയുമ്പോൾ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് ടൂൾസും കാര്യങ്ങളും ഉണ്ടാവില്ല. ബട്ട് പ്രോപ്പർ ലിനക്സ് റൺ ആവും. നമുക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അഡീഷണൽ ആയിട്ട് ഉള്ള പാക്കേജും കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഇപ്പം Nmap ആണെങ്കിൽ നമ്മൾ Nmap ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഫുള്ളായിട്ടാണ് വേണ്ടെങ്കിൽ നമ്മൾ ഫുൾ പാക്കേജ് വേണമെങ്കിൽ നമ്മൾ ഫുൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പം നമുക്ക് കുറച്ച് വേണ്ടെങ്കിൽ മിനിമൽ. ഓക്കെ, ഇപ്പം വൈഫൈ കണക്ഷൻ അങ്ങനെ സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് നാനോ യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ നാനോയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് നാനോ എൻ്റർ ചെയ്യുക. ഓക്കെ, മേ ബി ഇത് ഡൗൺലോഡ് ചെയ്യാൻ കുറച്ച് ടൈംസും കാര്യങ്ങളും എടുക്കും. ഞാൻ മോസ്റ്റായിട്ട് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, അതായത് ഇത് യൂസ് ചെയ്യുന്നവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം നിങ്ങളുടെ സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആൻഡ്രോയിഡ് ഫോണിൽ യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. കാരണം വേറെ ഒന്നുമല്ല, ഇതിൽ നമ്മൾ അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്ത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫോണിനെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ,
അപ്പം ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ടൂൾസും കാര്യങ്ങളൊക്കെ പക്കാ സേഫ് ആയിരിക്കും. ഞാൻ തന്നെ ബിൽഡ് ചെയ്ത ടൂൾസും കാര്യങ്ങളായിരിക്കും. ബട്ട് നിങ്ങൾ പുറമേ നിന്ന് ഒരു ടൂളും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് അതിനകത്ത് ഗിറ്റബിൽ ഞാൻ പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗിറ്റബിൽ വരുന്ന ടൂൾസ് നിങ്ങൾക്ക് ബിഗിനേഴ്സിന് ചിലപ്പോൾ ഡീകോഡ് ചെയ്യാൻ അറിയത്തില്ലായിരിക്കും. അതിൻ്റെ പുറകിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നും നമുക്ക് അറിയത്തില്ലായിരിക്കും. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് എന്താ നിങ്ങളൊന്ന് സെക്കൻഡറി ഫോൺ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. പേഴ്സണൽ ഫോണിൽ ആരും ചെയ്യാൻ നിൽക്കരുത്. എനിക്ക് അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പം ഇതിന് റൂട്ട് വേണമെന്നില്ല. എനിക്ക് റൂട്ടുള്ളൊരു റൂട്ട് ഉപയോഗിക്കാം. സോ ഇത് ഞാൻ എൻ്റെ ഡിവൈസ് റൂട്ടഡ് അല്ല. ഓക്കെ, ഇപ്പം ഇനിയിപ്പോൾ റൂട്ട് ചെയ്യാനൊന്നും നിങ്ങൾ പോകണ്ട. ജസ്റ്റ് അൺറൂട്ടഡ് ആയിട്ടുള്ള ഫോണിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഈ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാളേഷൻ മെത്തേഡും കണ്ടാൽ മതി. ഞാനിത് സിമ്പിളായിട്ടുള്ള ഇൻസ്റ്റാളേഷൻ മെത്തേഡാണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് വേണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് GUI മെത്തേഡ് വേണമെങ്കിൽ അതിനൊരു VNC സെർവറും കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. ആ വഴി നമുക്ക് എന്താണ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ കുറച്ചും കൂടെ അതിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് കുറച്ചും കൂടെ ഇപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. സോ ഇതായിരിക്കും കുറച്ചും കൂടെ മാക്സിമം നല്ലതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നിങ്ങളും ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടാൽ മതി. നമുക്കത് കൂട്ട് വീഡിയോ ഫോളോ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. സോ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റാളേഷനൊക്കെ ഏകദേശമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യാനാണ് വന്നേക്കുന്നത്. നമുക്ക് കാൾ ലിനക്സ് യൂസ് ചെയ്യുമ്പോൾ അതായത് നമ്മുടെ ലാപ്പിലൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ഡിഫോൾട്ടുള്ള പാസ്വേഡ് സുഡോ പെർമിഷനൊക്കെ നമ്മൾ എനേബിൾ ചെയ്യുമ്പോൾ നമുക്കൊരു പാസ്വേഡും കാര്യങ്ങളും വേണം. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്. സോ ഡിഫോൾട്ടായിട്ടുള്ള പാസ്വേഡ് തന്നെ ഞാൻ സെറ്റ് ചെയ്യുക കാളി. ഇൻകേസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് റിമെമ്പർ ചെയ്യാൻ പറ്റുന്നതോ ഡിഫോൾട്ടുള്ള പാസ്വേഡ് നിങ്ങൾ അതിനെ സെലക്ട് ചെയ്യുക. കുറച്ചും കൂടെ നല്ലതെന്ന് പറയുമ്പോൾ കാളീനെ തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സോ ഞാൻ കാളീനെ തന്നെയാണ് സെലക്ട് ചെയ്യുക, ജസ്റ്റ് എൻ്റർ ചെയ്യുക. ഓക്കെ, ഇവിടെ ബേസിക് ആയിട്ടുള്ള വേറെ ഇനി കുറച്ച് അഡീഷണൽ കാര്യങ്ങളുണ്ട്. സോ ഇത് റൺ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു ക്ലൗഡ് ഫെയർ സെർവറിലായിരിക്കും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നത്. ഒക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ കുറച്ച് റൂട്ട്സും ഇമേജസും പാക്കേജസ് ഒക്കെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുക. സോ മെയിൻ ആയിട്ടുള്ള ഇൻ കേസ് ഇപ്പം നിങ്ങൾ ഫുൾ അഡീഷണൽ ഡൗൺലോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത്ര സമയത്തിനൊന്നും കഴിയത്തൊന്നുമില്ല. ഇപ്പോൾ നല്ല ടൈം എടുക്കും. അത് ഫുള്ളൊക്കെ മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല വൈഫൈ ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ളവർ മാത്രമേ യൂസ് ചെയ്യൂ. ഓക്കെ, ജസ്റ്റ് അല്ല ഇന്റർനെറ്റ് കണക്ഷൻ കുറവാണ്, ലോ സ്റ്റോറേജ് ഒക്കെ ആണെങ്കിൽ മിനിമം നാനോയോ അല്ലെങ്കിൽ മിനിമലോ യൂസ് ചെയ്യാൻ നിൽക്കുക. സോ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് മിനിമലിൽ നാനോ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പാക്കേജസ് ആണെങ്കിലും ടൂൾസ് ആണെങ്കിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് Nmap യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മെറ്റസോൾഡർ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. മെറ്റസോൾഡർ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുമ്പം അതിനകത്ത് ഏകദേശം ഒരു സംതിങ് 1 GB എത്ര MB അടുത്താണ് വരുന്നത്. സോ അത്ര വലിയ ടാസ്ക് ഇല്ല. നമുക്ക് എന്തായാലും MS കൺസോളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പേലോഡ് ജനറേറ്റ് ചെയ്യാനും ആൻഡ്രോയിഡ് ഫോൺ ഡയറക്റ്റ് ഹാക്ക് ചെയ്യാനും അതുപോലെ തന്നെ പല യൂസ്ഫുൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചും കൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാം. പേലോഡിനകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യാം. നമ്മൾ വീഡിയോസിൽ അപ്ലോഡ് ചെയ്ത പോലെ തന്നെ പേലോഡും കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് തന്നെ എക്സ്പ്ലോയിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ യൂസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മിനിമലും നാനോയും മാത്രമേ യൂസ് ചെയ്യാൻ നിൽക്കൂ. ഓക്കെ, ഇവിടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ക്ലിയർ ചെയ്യുക. ഓക്കെ, ഞാൻ ക്ലിയർ ചെയ്തു. സോ നമുക്കിന് റൺ ചെയ്ത് നോക്കാം. സോ ഒന്നെങ്കിൽ ഇപ്പോൾ റൺ ചെയ്യാനുള്ള കമാൻഡാണ് ഇവിടെ നെറ്റ് അണ്ടർന്ന് കൊടുത്തേക്കുന്നത്. സോ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ കാളി സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. ഇവിടെ കണ്ടറിയാം കാളി ലോക്കൽ ഹോസ്റ്റ് എന്ന് ആണ് ഇവിടെ എനിക്ക് റണ്ണാവുന്നത്. സോ ഇവിടെ കാളി ലിനക്സ് സക്സസ്ഫുള്ളി റണ്ണായിട്ടുണ്ട്. സോ നമുക്ക് LS കാര്യങ്ങളും ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ LS ഇപ്പോൾ ഫയൽസും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇതിനകത്ത് Nmap ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. apt install nmap space -y. ഓക്കെ, ജസ്റ്റ് Nmap കാര്യങ്ങളൊക്കെ ഓക്കെ, ഇവിടെ എനിക്ക് Nmap ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം. Nmap. ഓക്കെ, ഇവിടെ Nmap കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. ജസ്റ്റ് ഞാൻ ഒന്ന് Nmap ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. Nmap google.com. ഓക്കെ, നമുക്ക് ഗൂഗിളിൻ്റെ നെറ്റ്വർക്ക് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. google.com. ഓക്കെ, ഇവിടെ നമുക്കറിയാം Nmap സക്സസ്ഫുള്ളി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. ഫെയിൽഡ് ടു പെർമിഷൻ ഡിനൈഡ്. ഓക്കെ, നമുക്ക് സുഡോ യൂസ് ചെയ്യാം. സുഡോ Nmap
google.com. ഓക്കെ, പാസ്വേഡ് നമ്മൾ ഡിഫോൾട്ട് സെറ്റ് ചെയ്ത പാസ്വേഡ് എന്താണോ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക കാളി. ഓക്കെ, എൻമാപ്പും കാര്യങ്ങളും നമുക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ നമുക്ക് റിപ്പോർട്ടും കാര്യങ്ങളും എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് എന്തോ ഒരു എറർ വരുന്നുണ്ട്, നെറ്റ് ലിങ്ക്. ഓക്കെ, പെർമിഷൻ തന്നെ. സോ ഇത് എന്താണെന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് എന്താണ് എറർ എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം എന്താണ് എററും കാര്യങ്ങളും. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്കൊന്ന് എറർ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിലും, അതായത് നമ്മൾ എൻമാപ്പ് പോലത്തെ ടൂൾസ് ഇൻ കേസ് നമ്മുടെ OS നമ്മുടെ ലാപ്പിലും കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യണമെങ്കിലും നമ്മൾ ചില സമയത്ത് സുഡോ SU, അതായത് സൂപ്പർ യൂസർ ഡു എന്നൊരു പെർമിഷനിലേക്ക് നമ്മൾ എനേബിൾ ചെയ്യും, അതായത് റൂട്ട് പ്രിവിലേജസ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക്, ഞാൻ പറഞ്ഞു, ആൻഡ്രോയിഡ് ഫോണിൽ റൂട്ട് ആയവർക്ക് യൂസ് ചെയ്യാം, റൂട്ട് അല്ലാത്തവർക്ക് യൂസ് ചെയ്യാം. റൂട്ട് ആയവരുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏത് ടൂൾസും എങ്ങനെയുള്ള ആക്സസ് ചെയ്യാൻ പറ്റും. സോ സിമ്പിൾ കമാൻഡിൽ കൂടെ. ഇൻ കേസ് റൂട്ടഡ് അല്ലാത്തവർക്ക് കുറച്ച് കമാൻഡ്സ് ഇൻബിൽറ്റ് ചേർത്തിട്ടാണ് റൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ. ഇപ്പം റൂട്ടഡ് ആയ ഒരു ഡിവൈസ് ഒരാൾക്ക് എൻമാപ്പ് google.com ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പം അതിന്റെ റിപ്പോർട്ട് കാരണം വരും. ഇൻ കേസ് റൂട്ടഡ് അല്ലാത്ത ഡിവൈസസ് ആൾക്കാർക്ക്, സോ അവർക്ക് എല്ലാം ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റില്ല എന്നല്ല, അവർക്ക് എന്ത് ചെയ്യണം, ഇപ്പൊ ഞാൻ കൊടുത്തേക്കുന്ന കമാൻഡ് ഉണ്ടല്ലോ, സുഡോ എൻമാപ്പ് -t-pn, അതായത് -t TCP കണക്ഷൻ ഫോർവേഡ് ചെയ്തിട്ട് പിങ് ഇല്ലാണ്ട് ഹോസ്റ്റ് ഡിസ്കവർ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എൻമാപ്പിന്റെ റിപ്പോർട്ടും കണക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അതേസമയം നമ്മൾ ജസ്റ്റ് എൻമാപ്പ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കിട്ടത്തില്ല. കാരണം നമുക്ക് റൂട്ടർ അല്ലാത്തതുകൊണ്ട് പ്രിവിലേജസിന്റെ കുറെ പ്രോബ്ലംസും പെർമിഷനും കാര്യങ്ങളും ഉണ്ട്. ബട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ എന്നല്ല, നമുക്ക് എന്തായാലും നമുക്ക് പ്രാക്ടീസും കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഓക്കെ, പോർട്ട് 80 സ്റ്റേറ്റ് ഓപ്പൺ ആണ്, സർവീസ് HTTP ആണ്. ഓക്കെ, നമുക്ക് അല്ലാണ്ട് നമുക്ക് സർവീസും കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ എൻമാപ്പ് -pn -sv നമ്മൾ സർവീസ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ മേ ബി കുറെ ടൈം എടുക്കുമായിരിക്കും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ റൂട്ടർ അല്ലാത്തവർ ഇനിയിപ്പോൾ റൂട്ട് ചെയ്യാൻ നിൽക്കണ്ട. സോ നിങ്ങൾക്ക് മെറ്റസോളിന്റെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഗിറ്റബിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ടൂൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ബട്ട് ചില ടൂൾസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പർ കമാൻഡ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യണം, എന്നാലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആ കമാൻഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ജസ്റ്റ് എങ്ങനെ റൺ ചെയ്യണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ മെസ്സേജ് ഇപ്പോൾ ചോദിക്കണം ജനറൽ ഗ്രൂപ്പിലിടാം. കാരണം യൂസ് ചെയ്യുന്നവർക്കും കുറച്ചും കൂടെ ഒരു ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ടോപ്പിക്ക് കവർ ചെയ്യാൻ പോകുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ഇതിൽ ഞാൻ കവർ ചെയ്യുന്നത് നിങ്ങൾക്കും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ആൻഡ്രോയിഡ് യൂസേഴ്സിനും കൂടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഞാൻ വരുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സോ പക്ഷെ നമുക്ക് ഓൾ ലൈഫിൽ, അതായത് നമുക്ക് നമ്മുടെ എൻ്റയർ ലൈഫിൽ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്ത് ഹാക്കിങ് പറ്റത്തില്ല. ഇതൊരു അത്യാവശ്യം മിനി OS ആയിട്ട്, മിനി ഹാക്കിംഗ് ഡിവൈസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് നമുക്ക് ലൈഫ് ലോങ് ഇത് കൊണ്ടുനടക്കാൻ പറ്റില്ല. സോ എന്തായാലും ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മസ്റ്റാണ്. പക്ഷെ ഇത് നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇപ്പോഴും ചില ഹാക്കേഴ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ OS ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന കാണാം. ഓക്കെ, ഇങ്ങനെ OS ഇത് കൂടെ തന്നെ നമുക്ക് വൈഫൈ പെൻഡെക്സ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ അതിനൊക്കെ ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് സിമ്പിൾ മെത്തേഡ്, ഒരു എററും കാര്യങ്ങളും ഇല്ലാണ്ട് നമുക്ക് ലിനക്സ് റൺ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇത് റിപ്പോർട്ട് ടൈം എടുക്കും. ഇപ്പൊ നമുക്കാണെങ്കിൽ ജസ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ന്യൂ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ന്യൂ സെക്ഷനും കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി ലിനക്സ് റൺ ചെയ്യുന്ന കമാൻഡ് ഞാൻ കാണിച്ചു തരാം. സോ ജസ്റ്റ് നെറ്റ് 100 എൻ്റർ ചെയ്താൽ മാത്രം മതി. സോ നെറ്റ് 100 എൻ്റർ ചെയ്യുമ്പോൾ ലിനക്സ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് പിങ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് നെറ്റ്വർക്ക് കണക്ഷൻ നോക്കാം. പിങ് google.com. ഓക്കെ, പിങ് ചെയ്യുമ്പോൾ നമുക്ക് റെസ്പോൺസും കാര്യങ്ങളും എന്താണെന്ന് നോക്കാം. മേ ബി എനിക്ക് നെറ്റ്വർക്ക് നല്ല സ്ലോ ഉണ്ട്. സോ എനിക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. സോ നമുക്കിവിടെ സക്സസ്ഫുള്ളി ഗൂഗിളിൽ നിന്ന് പിങ് കണക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. സോ നമ്മുടെ കാര്യങ്ങളെല്ലാം ഇവിടെ വർക്കാണ്. ഓക്കെ, ജസ്റ്റ് നമുക്കിവിടെ MSF കൺസോൾ സെർച്ച് ചെയ്യാം. സോ അത് ഇൻസ്റ്റാൾ ആവാൻ ഒരു വഴിയില്ല. നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. സോ കമാൻഡ് നോട്ട് ഫൗണ്ട്. ഇതേ സമയം നിങ്ങൾ ഫുൾ പാക്കേജ് ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് MSF കൺസോൾ സെർച്ച് ചെയ്യുമ്പോൾ സക്സസ്ഫുള്ളി നമുക്ക് മെറ്റാസ്പോളിന്റെ ഫ്രെയിംവർക്ക് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അതാണ് ഫുള്ളി യൂസ് ചെയ്യും. ബട്ട് അതിനുള്ള കപ്പാസിറ്റിയും നെറ്റ്വർക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആയിരിക്കും. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സോ നമുക്ക് എന്തായാലും റിപ്പോർട്ട് വന്നു. ഓക്കെ, നമുക്കിവിടെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് സക്സസ്ഫുള്ളി റിപ്പോർട്ട് കിട്ടി. ഓക്കെ, നോക്കുകയാണെങ്കിൽ ജസ്റ്റ് പോർട്ട് സ്റ്റേറ്റ് GWS സെർവറും കാര്യങ്ങളുമാണ്. സോ ഓക്കെ, പോർട്ട് ഇവിടെ നമുക്ക് വെർഷനും കാര്യങ്ങളൊക്കെ. സോ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെയാണ് നോക്കാൻ പറ്റത്തുള്ളൂ. സോ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് സ്കാൻ ചെയ്തിട്ട് മറ്റൊരു ഫയലിലേക്ക് എന്തെങ്കിലും കോപ്പി ചെയ്തിട്ട് അല്ലെങ്കിൽ ChatGPT ഇട്ടുകൊടുത്ത് നിങ്ങൾക്ക് റിപ്പോർട്ട് റീഡ് ചെയ്യാൻ പറ്റും. സോ നമുക്കിവിടെ സക്സസ്ഫുള്ളി നമ്മുടെ ലിനക്സ് വർക്കായിട്ടുണ്ട്. നമുക്ക് ടൂൾസും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാം. ലിനക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ആൻഡ്രോയിഡ് യൂസ് ചെയ്തിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യും.
സോ ഞാൻ വീഡിയോസിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ട്രൈ ചെയ്ത് നോക്കാം. സോ അങ്ങനെ ഒരു ബേസിലായിരിക്കും ഞാൻ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് സ്നാപ്സ്പ്ലോയിറ്റ് എന്ന ടൂള് അതും ഇതിനകത്ത് റണ്ണാവും. അങ്ങനെ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ട്രൈ ചെയ്യാൻ പറ്റും. സോ അതൊന്നും ഓർത്ത് നിങ്ങളൊന്നും പറയൊന്നും വേണ്ട. ഓക്കെ, വീഡിയോ ഒന്നും ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇതാണ് ബേസിക് സിമ്പിൾ ഇൻസ്റ്റാളേഷൻ ആണ്, എററും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്. സോ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ഇനിയും കാണാം. ബൈ.